ഭക്ഷണം കഴിച്ചിട്ട് ഈ തട്ടത്തിലിരുന്ന് പിന്നെ വായിന്ന് സ്ലിപ്പായി തൊണ്ടയിൽ പോയി കുരുങ്ങി. ആ ഫോമിലൂടെയാണ് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത്. പെട്ടെന്ന് തന്നെ ഞാൻ പറഞ്ഞു എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് എക്സ്റേ എടുത്ത് വെക്കാൻ പറഞ്ഞു. ഞാൻ കുറച്ച് ഭയത്തോടെ വന്നത്, കാരണം ഇതൊരു ഭയങ്കര റിസ്ക്കുള്ള കാര്യമാണ്. ശ്വാസത്തിലും ചിലപ്പോൾ ഹൃദയത്തിലൊക്കെ കയറാനുള്ള ചാൻസ് ഉണ്ട്, ഹൃദയത്തിൻ്റെ ഭിത്തികളിലൊക്കെ. അങ്ങനെയാണെങ്കിൽ ഭയങ്കര റിസ്ക്കാണ്, ചിലപ്പോൾ മരണം വരെ സംഭവിക്കാം. എൻഡോസ്കോപ്പിൽ ജസ്റ്റ് നോക്കിയപ്പോൾ തന്നെ പേഷ്യൻ്റ് ഒട്ടും സഹകരിക്കുന്നില്ല. ശ്വാസത്തിന് മുകളിൽ കുത്തി കഴുത്തിൻ്റെ ബാക്കിലോട്ട് കുത്തിയിരിക്കുകയായിരുന്നു. രാവിലെ ഞാൻ എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നൊരു ഫോൺ കോളിലൂടെയാണ് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത്. അവിടെ നിന്ന് സിസ്റ്റർ വിളിച്ചു പറഞ്ഞു, ഡോക്ടറെ ഇതുപോലെ ഒരു പേഷ്യൻ്റ് 23 വയസ്സുള്ള നരിക്കോടുള്ള ഒരു പെൺകുട്ടി ശ്വാസം മുട്ടൽ എന്തോ ഭക്ഷണം കഴിച്ചിട്ട് ഈ തട്ടത്തിലിരുന്ന് പിന്നെ വായിന്ന് സ്ലിപ്പായി തൊണ്ടയിൽ പോയി കുരുങ്ങി, ചെറിയ ശ്വാസം മുട്ടലും വെള്ളം ഇറക്കാൻ ബുദ്ധിമുട്ടായി വരുന്നുണ്ട്, സംസാരിക്കുന്നില്ല. അങ്ങനെയാണ് ഞാൻ ആ ഫോമിലൂടെയാണ് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത്. പെട്ടെന്ന് തന്നെ ഞാൻ പറഞ്ഞു എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് എക്സ്റേ എടുത്ത് വെക്കാൻ പറഞ്ഞു. ചിലപ്പം തൊണ്ടയിലുള്ള ഉണ്ടോ ഇല്ലെന്ന് അറിയില്ല, വേറെ എവിടെയെങ്കിലും ഇറങ്ങിപ്പോയിട്ടുണ്ടോ, ശ്വാസത്തിലോട്ട് ഉള്ളിലോട്ട് പോയിട്ടുണ്ടോ എന്നും അറിയില്ല. അതുകൊണ്ട് ഞാൻ കുറച്ച് ഭയത്തോടെ വന്നത്, കാരണം ഇതൊരു ഭയങ്കര റിസ്ക്കുള്ള കാര്യമാണ്. ഈ പിന്നൊക്കെ തൊണ്ടയിൽ കുരുങ്ങിയാൽ ചിലപ്പം ശ്വാസത്തിലോട്ട് ഇറങ്ങാം. ശ്വാസത്തിൽ ഇറങ്ങി PS ചെയ്ത് അത് കുത്തി ശ്വാസത്തിലും ചിലപ്പോൾ ഹൃദയത്തിലൊക്കെ കയറാനുള്ള ചാൻസ് ഉണ്ട്, ഹൃദയത്തിൻ്റെ ഭിത്തികളിലൊക്കെ. അങ്ങനെയാണെങ്കിൽ ഭയങ്കര റിസ്ക്കാണ്. വിഴുങ്ങിപ്പോയാലും പ്രശ്നമാണ്. വയറ്റിലൊക്കെ എവിടെയാണ് കുത്തിയിരുന്ന് എവിടെയാണ് ഇറങ്ങില്ല. നമ്മൾ വലിയ രക്തധമനിയിലൊക്കെ കയറിയാൽ ഹൃദയത്തിലോട്ടൊക്കെ കയറാം, ചിലപ്പോൾ മരണം വരെ സംഭവിക്കാം. അപ്പോൾ ഞാനും ഇത് ഭയപ്പാടോടെയാണ് വന്നത്. എക്സ്റേയിൽ ഭാഗ്യത്തിൽ തൊണ്ടയിൽ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു തൊണ്ടയിൽ നിന്ന് സിമ്പിളായിട്ട് എടുക്കാൻ പറ്റുന്ന രീതിയിലായിരിക്കും തൊണ്ടയിൽ മേൽഭാഗത്ത്. പക്ഷേ എൻഡോസ്കോപ്പ് ചെയ്യാമെന്ന് വിചാരിച്ച് എൻഡോസ്കോപ്പ് റൂമിൽ കയറ്റി. പേഷ്യൻ്റ് എൻഡോസ്കോപ്പിൽ ജസ്റ്റ് നോക്കിയപ്പോൾ തന്നെ പേഷ്യൻ്റ് ഒട്ടും സഹകരിക്കുന്നില്ല. കാരണം എന്ന് വെച്ചാൽ ഇത് ശ്വാസത്തിന് മുകളിൽ കുത്തി കഴുത്തിൻ്റെ ബാക്കിലോട്ട് കുത്തിയിരിക്കുകയായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഇത്രയും അധികം വേദനയോട് ആ കുട്ടി ഇരുന്നത്. അപ്പം നമുക്കിനി ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ നീര് കൂടുന്ന മുമ്പേ, നീര് കൂടിയ ശ്വാസം മുട്ടൽ വരാം. കാരണം ശ്വാസത്തിന് മുകളിലാണ് ഇത് കുത്തിയിരിക്കുന്നതുകൊണ്ട് ശ്വാസം മുട്ടൽ വരാൻ ചാൻസ് ഉണ്ട്. അപ്പം ആകെപ്പാടെ ചെയ്യാൻ പറ്റുന്ന മയക്കം കൊടുത്ത് എത്രയും പെട്ടെന്ന് എടുക്കുക എന്നുള്ളതാണ്. പക്ഷേ ഭക്ഷണം കഴിച്ച് അധികം സമയം ആകാത്തതുകൊണ്ട് നമുക്ക് മയക്കം കൊടുത്തെടുക്കാനുള്ളത് ഒരു 6 മണിക്കൂറെങ്കിലും വെറും വയറ്റിയിരിക്കണം. നമ്മൾ ആനസ്തീഷ്യ ഡോക്ടറിനോട് സംസാരിച്ചു. സാറ് പറഞ്ഞ് ഹൈ റിസ്കിലേ ചെയ്യാൻ പറ്റത്തുള്ളൂ. കാരണം ഇത് മയക്കം കൊടുത്താൽ ചിലപ്പം വയറ്റിനകത്തുള്ള നമുക്ക് വൊമിറ്റ് ചെയ്താൽ ശ്വാസത്തിൽ അതും പോവാം, ഇതും കൂടെ ചിലപ്പോൾ ശ്വാസത്തിൽ പോകാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷേ നമുക്കത് ഈ റിസ്ക് എല്ലാം പേഷ്യൻ്റെ കൂടെ ഉള്ളവരെ നമ്മൾ മനസ്സിലാക്കി കൊടുത്തതിന് ശേഷം ബ്ലഡ് ടെസ്റ്റൊക്കെ ചെയ്തു, ഫിറ്റ്നസ് കിട്ടി. 1 മണിക്കൂറിനകത്ത് തന്നെ നമ്മൾ അനസ്തീഷ്യ മയക്കം ചെറുതായിട്ട് കൊടുത്തു. എൻഡോസ്കോപ്പി വഴി വളരെ നമുക്ക് വിചാരിക്കുന്നതിനെക്കാട്ടി ബുദ്ധിമുട്ടില്ലാതെ എടുക്കാൻ കഴിഞ്ഞു. പക്ഷേ അതെന്തെങ്കിലും നിർഭാഗ്യവശാതെ ഉള്ളിലോട്ട് കാരണം മയക്കം കൊടുക്കുമ്പോൾ ചിലപ്പോൾ സ്ലിപ്പായി താഴോട്ട് പോകാനുള്ള ചാൻസ് ഉണ്ട്. ഇതൊക്കെ വീട്ടുകാരെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടാണ് നമ്മൾ എടുത്തത്. എന്തായാലും ഇപ്പോൾ രോഗി വലിയ ആരോഗ്യവതിയായിട്ട് ഇരിക്കുന്നുണ്ട്. ഞങ്ങൾക്കും സന്തോഷം, പേഷ്യൻറ്റും വീട്ടുകാർക്കും സന്തോഷം. ഇതിന് മുമ്പ് നമ്മൾ ഒരുപാട് ഇപ്പം ചെറിയ നാണയവും വലിയ എല്ലും പീസൊക്കെ നമുക്ക് എടുക്കാറുണ്ട്. അത് സിമ്പിളാണ്. കാരണം എന്ന് വെച്ചാൽ ഇത് വേറെ സ്ഥലത്തും പോവില്ല, തൊണ്ടയിൽ തന്നെ നിൽക്കും. ഇതെന്നുള്ള പ്രശ്നം വെച്ചാൽ ഇത് പിന്നാണ് സ്ലിപ്പായി പോവാം മാത്രമല്ല രക്തധമനിയിലോട്ടൊക്കെ കയറാനുള്ള ചാൻസ്, ഉള്ളോട്ട് ഹൃദയത്തിലോട്ടും നമ്മൾ ശ്വാസനാളത്തിലോട്ടൊക്കെ കയറാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ്. അതാണ് ഇതൊരു റിസ്ക് എന്നുള്ള ഇതിൽ. ചെറിയ മുള്ളും എല്ലും ഒന്നും പ്രശ്നമുള്ള കാര്യമല്ല. ചിക്കൻ ബോൺ കിട്ടിയിട്ടുണ്ട് നമുക്ക്, അങ്ങനെ വേറെ പലതൊക്കെ നമുക്ക് സ്ഥിരമായി കിട്ടുന്ന കാര്യമാണ്. ഇത് കുറച്ച് റിസ്ക്കുള്ള കാര്യവും ശ്വാസനാളത്തിൻ്റെ മുകളിൽ കുത്തിയിരിക്കുന്നതുകൊണ്ടും ആണ് ഇതിൻ്റെ റിസ്ക് കൂടുന്നത്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.